പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ തിരുവാഭരണവുമായി എത്തുന്ന മഹോത്സവ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും തിരുവാഭരണവുമായി തിരിച്ച് ഈ അമ്പലനടയിലെത്തുമ്പോൾ അന്നവിടെ വലിയൊരു ഉത്സവം അരങ്ങേറുകയാണ്. ഒരു നോക്ക് അയ്യപ്പനെ കാണാനായി ഒരു കൂട്ടം സ്ത്രീകളും അന്യദേശങ്ങളിൽ നിന്നും ഒരു കൂട്ടം ഭക്തജനങ്ങളും എത്തിപ്പെടുന്നു. പുഴ പോലെ ഒഴുകി ആ ഒരു പുണ്യ നിമിഷമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ തിരുവാഭരണം കാണാനായിട്ട് ഞങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. ഈ ഒരു ദിവസത്തിന് വേണ്ടി കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട്ടിലെ ഉത്സവം അത് എവിടെയാണെങ്കിലും പോയി കണ്ടല്ലേ പറ്റുള്ളൂ. അപ്പം എൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് തിരുവാഭരണ ചാർത്ത് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിക്കഴിഞ്ഞു. ഇനിയും എത്രയും പെട്ടെന്ന് നമ്മുടെ അയ്യപ്പനെ ഒന്ന് കണ്ട് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് അയ്യപ്പനോട് പറഞ്ഞ് തിരിച്ചു വരാം. അപ്പം ഞങ്ങൾ ഇറങ്ങി. ഒരുപാട് രാത്രിയായി. അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഈ സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം രാത്രി സമയമാകുമ്പോഴത്തേക്കാണ് ആളുകളുടെ തിരക്ക് കൂടുന്നത്. ഈ സമയത്ത് എഴുന്നള്ളത്തിൻ്റെ സമയമൊക്കെയാണ്. അപ്പം ഇത് നമ്മുടെ പെരുന്നാട് പാലമാണ് കേട്ടോ. ഇവിടം തൊട്ടേ മൊത്തം അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ പാലത്തിൽ കൂടെ നടന്നു പോവുകയാണ്. നമുക്ക് കാറൊന്നും ഇടാൻ ഒരു തുള്ളി സ്ഥലമില്ല. ഫുൾ വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഒരു വിധത്തിൽ എവിടെയൊക്കെയോ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇനിയും പെരുന്നാട് ചന്ത വഴി വേണം നമുക്ക് ഈ കക്കാട്ടുകോയിക്കൽ അമ്പലത്തിലേക്ക് പോകാൻ. ഒരുപാട് ആളുകളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു നിമിഷം അല്ലെ ആ ഒരു അയ്യപ്പനെ കാണാനായിട്ട് തടിച്ചു കൂടിയിരിക്കുന്നത്. ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളും അയ്യപ്പനെ ഒരു നോക്ക് കാണാനായിട്ട് പോവുകയാണ്. തുമ്പിക്കുഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. ലൈറ്റും വെട്ടവും ആളുകളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് എങ്ങോട്ട് നോക്കണമെന്ന് അറിയത്തില്ല. അവളാകെ കൺഫ്യൂഷനാണ്. ഇതെന്താ സംഭവം, ഇതെവിടാ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണേ. അപ്പോൾ കുറേ വണ്ടികൾ പോകുന്നു, ആളുകൾ പോകുന്നു, കുഞ്ഞുങ്ങൾ പോകുന്നു, കുറേ വെട്ടമുണ്ട്. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളതൊക്കെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ തിരുവാഭരണം തൊഴാനായിട്ട് വന്നപ്പം നാത്തൂൻ്റെ കുഞ്ഞ് ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ടായിരുന്നു ഞങ്ങൾ വന്നത്. ഈ പ്രാവശ്യം ആ സ്ഥാനത്ത് തുമ്പി കേട്ടോ. അവളപ്പോൾ ദേണ്ട് ഇതുപോലത്തെ ബലൂണും പിന്നെ മറ്റേ നമുക്കറിയാമല്ലോ ഉത്സവപ്പറമ്പിലൊക്കെ കാണുമല്ലോ കുറേ ഓരോരോ കോഴിയുടെയും ഡോറ ബുജി അങ്ങനെയൊക്കെ പല ടൈപ്പിലുള്ള ബലൂൺസൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ കണ്ടു. ഇതെന്താ ഇത് സംഭവം, പക്ഷെ വേണമെന്നൊന്നും പറയാനോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ആ ശ്രദ്ധ അങ്ങോട്ടൊക്കെ പോവുക. അപ്പം ഇപ്പോൾ എഴുന്നള്ളത്തിൻ്റെ സമയമാണ് കേട്ടോ ഇപ്പോഴേ. അപ്പം നമ്മൾ വേണ്ട ഇതിനിടയ്ക്കൂടി ഇത് ഇവിടെ നിറച്ചിത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ലൈറ്റും ഇതും ഇങ്ങനത്തെ ബലൂൺസും കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കും. അതിനിടയ്ക്കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ എഴുന്നള്ളത്താണ് ഇപ്പോൾ അതേണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എഴുന്നള്ളത്ത് കണ്ട് ഞങ്ങളിനിയും ക്യൂ നിൽക്കണം. നമ്മളവിടെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഈ തിരുവാഭരണം കാണേണ്ടത്. അപ്പോൾ എഴുന്നള്ളത്തിൻ്റെ ഇടയ്ക്കൂടെ കയറി പോവുകയാണ് ഞങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കറക്റ്റ് എഴുന്നള്ളത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എഴുന്നള്ളത്ത് കാണാൻ പറ്റി. അപ്പോൾ ഇവിടം തൊട്ട് ക്യൂ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ക്യൂവിൽ കയറി. അപ്പോൾ ഞാൻ, എൻ്റെ ചേട്ടൻ്റെ അമ്മ, എൻ്റെ അമ്മ, അച്ഛൻ, ആങ്ങള, കുഞ്ഞ് ഞങ്ങളെല്ലാം ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്.
ക്യൂ ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് പുറകില്ല. അപ്പോൾ ഇതുപോലെ ഓരോ വീടിൻ്റെ മുമ്പിലും നമ്മുടെ സ്വീകരിക്കാനായിട്ട് പറയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ വേണ്ട ഇതാണ് മാളികപ്പുറം അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും സ്ത്രീകളുടെ അമ്പലമാണ്. നമുക്ക് ശബരിമല പോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഇവിടെ വന്ന് തൊഴുകയും അതുപോലെ അയ്യപ്പൻ്റെ നമ്മൾ തൊട്ടപ്പുറത്ത് കക്കാട്ടുകയ്ക്കിലാണെങ്കിലും നമുക്ക് ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു അവസരം ഇങ്ങനെ ഒരുക്കുകയാണ് ആ ഒരു അമ്പലം. അതുകൊണ്ട് വളരെ അനുഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ദാണ്ട് ക്യൂവിൻ്റെ ഇടയ്ക്ക് ദാണ്ട് നമ്മുടെ അവിടെ കണ്ട എഴുന്നള്ളത്ത് നമ്മുടെ അടുത്തെത്തി. അത്രയും നേരമായി ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറായിട്ട് നമ്മുടെ ക്യൂ അനങ്ങുന്നില്ല. അതുപോലെ തിരക്കാണ്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണേ. അങ്ങനെ എഴുന്നള്ളത്തെല്ലാം നമ്മുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ ഈ എഴുന്നള്ളത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇനി മുമ്പോട്ട് ചെല്ലുന്തോറും ഈ ക്യൂവിൻ്റെ ഇടയ്ക്ക് കയറി പോകുന്ന കാരണം ഈ പുറകിലുള്ളവർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ക്യൂ ചലിക്കാണ്ട്. അപ്പം ഞങ്ങളെന്നാൽ ഈ ക്യൂ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കാരണം എന്നാൽ മുമ്പോട്ട് പോയി നോക്കാമെന്ന് ഓർത്തിട്ടാണ് അവിടെ എങ്ങാനും കയറാൻ പറ്റുമോയെന്ന്. അങ്ങനെ ആനയെ കാണുമ്പോൾ ഒരു പേടിയാണ് കേട്ടോ. ഉത്സവപ്പറമ്പിൽ ആനയെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അങ്ങനെ വേണ്ട നമ്മുടെ അമ്പലത്തിൻ്റെ മുൻഭാഗമാണിത് കേട്ടോ. നമ്മുടെ കക്കാട്ടുകുയ്ക്കൽ അമ്പലത്തിൻ്റെ മുൻവശമാണ്. ഇവിടുത്തെ ക്യൂ കണ്ടോ, എൻ്റെ ദൈവം ഒരു 4-5 ക്യൂവോളം ഉണ്ട് ഈ ഭാഗത്ത് തന്നെ കണ്ടോ റോഡിൽ. അത്രയും ക്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് വെറുതെ അല്ല പുറകിൽ 3 മണിക്കൂർ നിന്നത്. ഇവിടെ ഇതുപോലെ തിരക്കായിരുന്നു. പക്ഷേങ്കിൽ ഈ 5 ക്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ചെല്ലുന്നത് ഒരു 2 ക്യൂവിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ തെള്ളിനകത്തൂടെ നമ്മൾ ഞെരുങ്ങി ആ 2 ക്യൂവിലേക്ക് തിരിയുമ്പോഴത്തേക്ക് നമ്മളൊരു പരുവാകും. അങ്ങനെ ഈ ക്യൂവിനകത്ത് ഞങ്ങൾ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ പെട്ടുപോയി. എൻ്റെ കുഞ്ഞാണ് ഭയങ്കര കരച്ചിലായിരുന്നു. ക്യൂവിനകത്ത് കിടന്ന് ഞെരുങ്ങി കരഞ്ഞിട്ട് അവസാനം പോലീസുകാർ എന്നെയും കുഞ്ഞിനെയും കൂടെ അകത്തേക്ക് കയറ്റി വിട്ടു കേട്ടോ. നിങ്ങൾ കുഞ്ഞിനെ കയറി പൊക്കോളാനെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളകത്ത് കയറി വന്നു കേട്ടോ. ഇനിയിപ്പം എന്താണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ തിരുവാഭരണം കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ, കിടന്നുറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ അവിടെ കണ്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് എന്നെ അവളെയും കൂടെ അവർ കയറ്റി വിട്ടു. അതുകൊണ്ട് ഇതാണ് തിരുവാഭരണം കൊണ്ടുവന്ന ആ ഒരു സ്വാമിമാർ, അവരാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. തിരുവാഭരണം കൊണ്ടുവന്ന അതൊക്കെ അവിടെ ഇരിക്കുന്നതുണ്ടോ. അപ്പോൾ അവർ എപ്പോൾ ഇറങ്ങിയ യാത്രയാണ്. അപ്പോൾ അവർ ക്ഷീണിച്ച് കിടക്കുവാണ്. ഇനി ഇവിടുന്ന് ഒരു 2-2:30 ആകുമ്പോൾ തിരുവാഭരണം തിരിച്ചവരെടുക്കും കേട്ടോ പന്തളത്തേക്ക്. അപ്പം അവർ കിടന്നുറങ്ങുകയാണ്. ഇനി ഈ ക്യൂ ലൈനായിട്ട് ചെന്നിട്ട് അകത്തിങ്ങനെ ഓരോരുത്തരും കാണാനായിട്ട് എല്ലാ 4 സൈഡിൽ നിന്നും ആളുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഏതായാലും പതിയെ ഏകദേശം ഇവിടെ വരെ എത്തി. എത്ര നേരം ഞങ്ങൾ 8 മണിക്കാണ് ക്യൂവിനകത്ത് നിന്നത്. ഇപ്പോൾ സമയം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. 12 മണിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറിയിട്ടില്ല. അത്രയ്ക്കും തിരക്കെന്ന് പറഞ്ഞാൽ അതുപോലെ തിരക്കാണ്. അപ്പം ഇതാണ് അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ അലോഡല്ല. അതുകൊണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ വെളിഭാഗമാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അയ്യപ്പൻ്റെ ആ ഒരു തിരുവാഭരണവും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്നത്. അപ്പം ഇത്ര വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇത് ഉത്സവപ്പറമ്പാണ്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. സ്റ്റേജും അവിടെ ഇപ്പം കുഞ്ഞുങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഏതായാലും നല്ല അടിപൊളിയായിട്ട് അയ്യപ്പനെ കാണാനും അടുത്ത് നിന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും കുഞ്ഞിനാണേലും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാനും തൊഴാനും ഒക്കെ പറ്റി. അത്രയും നേരം നിന്നതിൻ്റെ ഫലം ഉണ്ടായി. എന്തായാലും നല്ല ഒരു
സന്തോഷമോ. എന്നാൽ ഇത്രയും നേരം നിന്നതുകൊണ്ട് കുഞ്ഞാണേലും വഴക്കില്ലായിരുന്നു. ആ തിരുവാഭരണമൊക്കെ കാണിച്ചു കൊടുക്കാനും ഒക്കെ അവൾക്കറിയില്ലെങ്കിൽ പോലും അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ